സാറേ, ഈ കത്രിയ മറന്നു വെച്ച സംഭവം ആര് പറഞ്ഞ്? എന്റെ പൊന്നു സുഹൃത്തെ, അത് ഓർത്തു വെച്ചോണ്ടല്ലേ കണ്ടെത്താൻ പറ്റിയത്. സാർ, അത് രോഗിയല്ലേ കണ്ടെത്തിയത്? ആരായാലെന്താ, ആ കത്രിക കിട്ടിയാ പോരെ. ഈ കത്രിക കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടി ഞങ്ങൾ നശിപ്പിച്ചു, ദുരുപയോഗം ചെയ്തു, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ. ഗവൺമെന്റ് പ്രോപ്പർട്ടി ഒളിപ്പിക്കാനുള്ള സ്ഥലം പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭപാത്രമാണോ സാറേ? ആര് പറഞ്ഞത് ഒളിപ്പിച്ചെന്ന്? സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തല്ലേ ഇരുന്നത്. രോഗി മരിക്കില്ലേ? അവിടെ ഇരുന്ന രോഗികൾ മരിച്ച എത്ര പേരുടെ പേര് നിങ്ങൾക്കറിയാം? ഒരാളുടെ പേര് നിങ്ങൾ പറ. പിന്നെ ഈ കത്രിക അവിടെ ഇരുന്നാൽ ഗുണമേ ഉള്ളൂ, ഗുണം. ഒന്നാമതായി ദഹിക്കാത്ത ഭക്ഷണങ്ങള്, മെരുങ്ങിപ്പോയ ചിക്കന്, ഇതൊക്കെ അരിഞ്ഞിടാൻ വേണ്ടി ഒരു കത്രിക അവിടേക്ക് നല്ലതല്ലേ? ദഹനവും സ്മൂത്തായിട്ട് നടക്കും. രണ്ടാമതായി വയറ്റിലെ കൃമികളുണ്ടല്ലോ, അതിനൊക്കെ കത്രിക അരിഞ്ഞരിഞ്ഞ് കൊല്ലും. മൂന്നാമതായിട്ട് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ? സുരക്ഷിതരല്ല. ഒരു ദോഷവും ഇല്ലാതെ ഒരു മൂർച്ചയേറിയ ഒരു ആയുധവുമായി സ്ത്രീകൾ നടക്കുന്നതേ അവരുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്തിനും നല്ലതല്ലേ? ഈ കത്രിക വയറ്റിലുണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിയിലും ഭയം കൂടാതെ നടക്കാം. മൂന്ന്, ഈ ജന്നി വരുന്ന സ്ത്രീകളുണ്ടല്ലോ, അവര് താക്കൂട്ടോട്ടം നടക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി കത്രിക വയറ്റിലുണ്ടല്ലോ. യക്ഷി, പ്രേതം എന്നിവ പേരുകൾക്ക് ഇത് ഉത്തമമാ, ഒന്നും അടുക്കത്തില്ല. പിന്നെ ഒന്ന് രണ്ട് ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒന്ന്, ഇടിമിനി ഉള്ളപ്പോഴേ ഒന്ന് സൂക്ഷിക്കണം. വിദേശ യാത്രകളൊക്കെ ഒഴിവാക്കേണ്ടി വരും, കാരണം ആയുധങ്ങളുമായിട്ട് പേറ്റിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സമ്മതിച്ചു ഡോക്ടറെ, സമ്മതിച്ചു. ഡോക്ടർ ഞങ്ങളുടെ നാട്ടിൽ നിൽക്കേണ്ട ആളല്ല. പിന്നെ ഡോക്ടർ ഇത്രയും ഗുണഗണങ്ങൾ പറഞ്ഞല്ലോ. ഡോക്ടറുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ വയറ്റില് എത്ര കത്രി വെച്ചിട്ടുണ്ട് ഇതുവരെ? അത് തന്നെ സേവനം ചെയ്യുന്നതേ നാട്ടുകാർക്ക് വേണ്ടിയല്ലയോ, ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി അല്ലല്ലോ.